ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ പരാബോള y square is equal to 4x ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഇസ് d, then d square is equal to. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തവർക്ക് 20 കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നോർമൽ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് കാൽക്കുലസ് ഉപയോഗിച്ച് ചെയ്യാം. പെട്ടെന്ന് നോക്കിക്കൊണ്ട് പറയാം. സെൻറ്റർ ഓഫ് ദ സർക്കിൾ 2,8 ആണ്. ഓക്കെ, 2,8 എന്ന് പറഞ്ഞു. പരാബോളയിൽ എനി പോയിന്റ് AT square, 280 ആണ്. സോ ഇവിടെ എ വാല്യൂ 1 ആണ്. y square is equal to 4axൽ എ വാല്യൂ 1 ആണ്. AT square, 280 എന്ന് പറയുമ്പോൾ T square, 2t. ഇതാണ് ജനറൽ പോയിന്റ് P. ഇതാണ് സെൻറ്റർ. ഇനി PC സ്ക്വയർ ഡിസ്റ്റൻസ് ആണ്, D square ഡിസ്റ്റൻസ്. അത് T square minus 2 whole square പ്ലസ് 2t minus 8 whole square ആണ്. ഇതിനെയാണ് അവർ പറയുന്നത് എന്താണ്, ഇതിനെ മിനിമൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് T⁴ minus 4t square plus 4 plus 4t square minus 32t plus 64 ആണ്. 4t square ക്യാൻസൽ ആയിപ്പോയി. T⁴ minus 32t plus 68 എന്ന് കിട്ടും D square. ഇനി ഇതിനെ മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റ് 0 എടുക്കുക. 4t³ minus 32 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ t³ is equal to 8, t വാല്യൂ is equal to 2 എന്ന് കിട്ടും. ഡബിൾ ഡെറിവേറ്റീവ് ഓൾറെഡി പോസിറ്റീവ് ആണ്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിക്കൊണ്ട് പറയാം. ഡബിൾ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, മിനിമം തന്നെയാണ് ഉള്ളത്. അപ്പോൾ D സ്ക്വയറിൻ്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റഡ് ആയിട്ട് t is equal to 2 ആണ്. 2⁴ minus 32 into 2 plus 68 ആണ്. അപ്പോൾ ഇത് 16 minus 64 plus 68 20 എന്ന് കിട്ടും. അപ്പോൾ 20 ആണ് D സ്ക്വയറിൻ്റെ വാല്യൂ.